യുഎഇയിലെ വാർത്തകൾ സമഗ്രമായി പരിശോധിക്കാം. അബുദാബിയിലെ തെരുവിന് മലയാളിയുടെ പേരിട്ടിരിക്കുകയാണ് യുഎഇ. പത്തനംതിട്ട തുമ്പമൺ സ്വദേശിയായ ഡോക്ടർ ജോർജ് മാത്യുവിനാണ് ഈ അപൂർവ ബഹുമതി ലഭിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഉൽപ്പന്നങ്ങളുടെ വില കുറച്ച് വിപണിയിൽ കുത്തക പിടിക്കുന്ന പ്രവണതയ്ക്കെതിരെ യുഎഇ സാമ്പത്തിക മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുന്നു. വിപണിയിൽ ന്യായമായ മത്സരം ഉറപ്പുവരുത്താൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നു. ഇത്തരം പ്രവണതയ്ക്കെതിരെ ശിക്ഷാ നടപടികൾ ചർച്ചയിലാണെന്നും അധികൃതർ അറിയിച്ചിരിക്കുന്നു. മറ്റൊരു കാര്യം, ദുബായ് നഗരസഭയ്ക്കും ദുബായ് ആർടിഐക്കും ആഗോളതലത്തിൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. കുഞ്ഞുങ്ങൾക്കായി അബുദാബിയിൽ പുതിയ കേന്ദ്രം തുറന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ MCA നാസർ നൽകും. ഒരു പ്രവാസി മലയാളിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് ഇന്ന് അബുദാബി നൽകിയിരിക്കുന്നത്. പതിറ്റാണ്ടുകളായിട്ട് അല്ലൈനിൽ ഡോക്ടറായിട്ട് സേവനമനുഷ്ഠിക്കുന്ന പത്തനംതിട്ട തുമ്പമൺ സ്വദേശിയായിട്ടുള്ള ഡോക്ടർ ജോർജ് മാത്യുവിനാണ് ഈ ആദരം ലഭിച്ചിരിക്കുന്നത്. നമുക്കറിയാൻ സാധിക്കും, അബുദാബിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡിനാണ് അബുദാബി സർക്കാർ അദ്ദേഹത്തിൻ്റെ പേര് നൽകിയിരിക്കുന്നത്. നേരത്തെ UAEയുടെ സമ്പൂർണ്ണ പൗരത്വം നൽകി ഗവൺമെൻറ് ആദരിച്ചിരുന്നു ഡോക്ടർ ജോർജ് മാത്യുവിനെ. അതിന് പിന്നാലെയാണ് അബുദാബിയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ ലഭിച്ചു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് അദ്ദേഹത്തെ ആദരിച്ചിരിക്കുന്നത് ഒരു റോഡിന് തന്നെ ഡോക്ടർ ജോർജ് മാത്യുവിൻ്റെ പേര് നൽകിക്കൊണ്ടാണ്. കാരണം ഏറ്റവും കൂടുതൽ ആരോഗ്യ മേഖലയിൽ UAEയുമായിട്ട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുകയും UAEയിൽ ജനതയെ സംബന്ധിച്ചിടത്തോളം അവരുമായിട്ട് ഏറ്റവും നല്ല ബന്ധം നിലനിർത്തി മുന്നോട്ട് പോകുന്ന അല്ലൈനിലെ അറിയപ്പെടുന്ന ഒരു ഡോക്ടർ കൂടിയാണ് ജോർജ് മാത്യു. ഏതായാലും ഒരു മലയാളി എന്ന നിലയ്ക്ക് ജോർജ് മാത്യുവിന് ലഭിച്ചിരിക്കുന്ന ഈ ഒരു ആദരവ് സ്വാഭാവികമായിട്ടും ഗൾഫ് മേഖലയിലും അതോടൊപ്പം തന്നെ പുറം രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടമായിട്ട് കൂടി മാറുകയാണ്. മറ്റ് വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്നത് ഈ നിരക്കുകൾ, ഉൽപ്പന്നങ്ങളുടെ നിരക്കുകൾ കുറച്ചുകൊണ്ട് വിപണി പിടിക്കുന്ന ഒരു പ്രവണത വൻകിട മാർക്കറ്റുകളും അതോടൊപ്പം തന്നെ കുത്തക സ്ഥാപനങ്ങളുമൊക്കെ തുടരുന്നുണ്ട്. പക്ഷെ അതിനെതിരെ വളരെ കർശനമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് ഇന്ന് UAE ഗവൺമെൻറ് നൽകിയിരിക്കുന്നത്. അങ്ങനെ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെയൊക്കെ പ്രതികൂലമായിട്ട് ബാധിക്കുമാറ് ഉൽപ്പന്നങ്ങൾക്ക് നിലവിലുള്ള നിരക്കിനേക്കാളും വല്ലാതെ താഴ്ത്തിയിട്ട് ആ നിരക്ക് ആനുകൂല്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആളുകളെ ആകർഷിക്കുമ്പോൾ സംഭവിക്കുന്നത് അത്തരം കേന്ദ്രങ്ങളിലേക്ക് മാത്രമായിട്ട് വിപണി ചുരുങ്ങിപ്പോകുകയും അത് അനുവദിക്കാൻ സാധിക്കുകയില്ല. അത്തരം നീക്കങ്ങൾ അനാരോഗ്യകരമായിട്ടുള്ള ഇത്തരം ബിസിനസ് പ്രവണതകളെ ചെറുക്കപ്പെടേണ്ടതുണ്ട്. ആരോഗ്യകരമായിരിക്കണം UAEയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ബിസിനസ്. അതിൽ ഏറ്റവും പ്രധാനം നൈതികതയ്ക്കാണ്. ആ നൈതികതയ്ക്ക് നിരക്കാത്ത നടപടികൾ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത് എന്ന വളരെ കർശനമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് UAE ഇന്ന് നൽകിയിരിക്കുന്നത്. മറ്റ് രണ്ട് സ്ഥാപനങ്ങൾക്ക് ലഭിച്ച പുരസ്കാരങ്ങളാണ്. ഒന്ന്, ദുബായ് മുനിസിപ്പാലിറ്റിക്ക് 7 പുരസ്കാരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. അന്തർദേശീയ തലത്തിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിലെ മികവുകൾ കൂടി മുൻനിർത്തിക്കൊണ്ടാണ് ഈ ദുബായ് മുനിസിപ്പാലിറ്റിക്ക് 7 പുരസ്കാരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, പരിസ്ഥിതിക്കും അതോടൊപ്പം തന്നെ സുസ്ഥിരതയ്ക്കും വലിയ തോതിൽ ഊന്നൽ നൽകി പ്രവർത്തിക്കുന്നു എന്ന നിലയ്ക്ക് ദുബായ് RTAക്കാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അതും നേരത്തെ 2020 റൂട്ട് എന്ന പേരിൽ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. ദുബായ് എക്സ്പോയുടെ ഭാഗമായിട്ടായിരുന്നു ഒരു മെട്രോ സംവിധാനം 2020 എന്ന പേരിൽ, റൂട്ട് 2020 എന്ന പേരിൽ ദുബായ് ആവിഷ്കരിച്ചത്. അതിന് മുൻനിർത്തിക്കൊണ്ടാണ് ദുബായ് RTAക്ക് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ട് സ്ഥാപനങ്ങൾ, ദുബായ് നഗരസഭയും അതോടൊപ്പം തന്നെ ദുബായ് RTAക്കും ഈ ഒരു നേട്ടം ലഭിച്ചത്, ഏറ്റവും വലിയ ഒരു മികവിനുള്ള ഈ നേട്ടം ലഭിച്ചത്, പരിസ്ഥിതിക്കും അതോടൊപ്പം തന്നെ സുസ്ഥിരതക്കുമുള്ള ഈ നേട്ടം ലഭിച്ചത് UAEയെ സംബന്ധിച്ചിടത്തോളം ആഗോളതലത്തിൽ കുറേ കൂടി അടയാളപ്പെടുത്താൻ വഴിയൊരുക്കും എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികൾക്കെതിരായിട്ട് നടക്കുന്ന അതിക്രമങ്ങൾക്ക് അത് കുറേ കൂടി ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് UAE ഭരണകൂടം നൽകുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് കുട്ടികളുടെ സുരക്ഷയും മറ്റു കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിനും അബുദാബി കേന്ദ്രമായിട്ട് കുട്ടികൾക്കായിട്ട് ഒരു കേന്ദ്രത്തിന് കൂടി രൂപം നൽകിയതും UAEയിൽ നിന്നുള്ള മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നാണ്.